മലയാള സിനിമയിലെ വിഷുക്കണി എന്ന് ഒരു കാലത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്ന ഒരു അഭിനേത്രി നമുക്കുണ്ടായിരുന്നു. 60കളുടെ തുടക്കത്തിൽ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ബാലതാരമായി കടന്നു വന്ന് ഒട്ടേറെ സിനിമകൾ ബാലതാരമായി തുടർന്ന് പിന്നീട് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അയൽവീട്ടിലെ പെൺകുട്ടിയായും നായകൻ്റെയോ നായികയുടെയോ സഹോദരിയുമായുമൊക്കെ സജീവമായി സിനിമാ രംഗത്ത് നിന്ന് 75കളിൽ നസീർ സാറിൻ്റെയും മധുസാറിൻ്റെയും ഒക്കെ നായികയായി തിളങ്ങി നിന്നിരുന്ന താരം മറ്റാരുമല്ല, പ്രശസ്ത മജീഷ്യൻ ഭാഗ്യനാഥ് സാറിൻ്റെ മകളും പ്രശസ്ത ഛായാഗ്രാഹകൻ ശ്രീ മധു അമ്പാട്ടിൻ്റെ സഹോദരിയുമായ ശ്രീമതി വിധുബാല. 30 വർഷത്തിലധികമാകുന്നു ഈ രംഗത്ത് നിന്നും വിധുബാല ചേച്ചി മാറി നിന്നിട്ട്. എങ്കിൽ പോലും സജീവമായി സിനിമയുടെ അരങ്ങിൽ സജീവമല്ലെങ്കിൽ പോലും അണിയറയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാണ് ഇപ്പോഴും. ഇന്നത്തെ ഓണത്തോണിയിലൂടെ തൻ്റെ സിനിമ ജീവിതാനുഭവങ്ങളും ഒപ്പം ഓണസ്മരണകളും പങ്കുവയ്ക്കുന്നു. നമസ്കാരം. നമസ്കാരം. 30 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സിനിമയിൽ സജീവമാകുന്നുമില്ല. സിനിമാഭിനയം വേണ്ട എന്ന തീരുമാനമെടുത്തിട്ട് പിന്മാറി. അതുതന്നെ വലിയൊരു അത്ഭുതമാണ്. പലരും തീരുമാനമെടുക്കുകയും പിന്നെ ആ തീരുമാനം ലംഘിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജ്വലിച്ചു നിന്നിരുന്ന ഒരു സമയത്താണ് സിനിമ വേണ്ട എന്നുള്ള തീരുമാനമായിട്ട് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കുടുംബജീവിതത്തിലും വളരെ സജീവമായിട്ട് മറ്റു പല പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ജ്വലിച്ചു നിന്ന സമയത്ത്, അതായത് സ്വരം നന്നായപ്പോഴേ പാട്ട് നിർത്താം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? സത്യത്തിലുള്ളൊരു കാലഘട്ടം വന്ന സമയത്ത് എനിക്ക് സിനിമയുടെ അഭിനയം ഒരു സ്റ്റാഗ്നേറ്റഡ് ഫോമിലേക്ക് എത്തിപ്പോയി. ചെയ്തു തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു, കൂടുതലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ഒരു ബോറടി തോന്നി തുടങ്ങി ശരിക്ക്. പിന്നെ ഒന്നുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് 8 വയസ്സിൽ, 9 വയസ്സുള്ളപ്പോൾ തുടങ്ങി. അത് സിനിമാഭിനയം, അച്ഛൻ്റെ മാജിക് ഷോയിലൂടെ ഒരുപാട് യാത്ര. അപ്പോൾ 24 hours ഐ വാസ് വർക്കിംഗ്. ജോലി തന്നെ. അപ്പോൾ ഒരു 20-24 വയസ്സപ്പോൾ കല്യാണപ്രായമായപ്പോൾ അച്ഛൻ കല്യാണത്തിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛ നിൽക്കട്ടെ, ആദ്യം ഞാനൊന്ന് ജീവിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, എനിക്ക് വേണ്ടത്, എൻ്റെ സ്വപ്നങ്ങൾ, അതൊക്കെ എനിക്ക് എപ്പോഴെങ്കിലും ചെയ്യണ്ടേ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ ഞാൻ വയസ്സുകാലത്ത് ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഫീൽ ഫ്രസ്ട്രേറ്റഡ്. മറന്നുപോയി. പണ്ട് ഒരു സിനിമ പോലെ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയായി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ പറയാം, അപ്പ വിവാഹം ചെയ്യാം. എൻ്റെ ഇടയിൽ ആ സമയമാകുമ്പോഴാണ് ഞാൻ എൻ്റെ കരിയറിൻ്റെ എൻഡ് ആകുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, വിവാഹം കഴിക്കാം എന്നുള്ള ഒരു തീരുമാനം. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് വിവാഹം കുറച്ചു കാലം നീട്ടിവെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് ഇനി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അഭിനയം നിർത്തിയത്. ജീവിക്കാൻ വേണ്ടിയാണ് അഭിനയം നിർത്തിയത്. എനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നില്ലേ? അതായത് ഒരിക്കലും സിനിമ ഒരു ഭ്രമമായിരുന്നില്ല. ഇല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നിർബന്ധിച്ചതിന്റെ പുറത്ത് മാത്രമാണ് സിനിമ. നിർബന്ധിച്ചു എന്ന് പറയാൻ വയ്യ, അതൊരു നിർബന്ധമൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ സിനിമ സ്കൂൾ മാസ്റ്ററിൽ വന്ന് ചോദിച്ച സമയത്ത് ഒരു ബെയ്റ്റാണ്. അതായത് ഞാനൊരു ഡാൻസറാണ്. അപ്പൊ അച്ഛൻ അമ്മയ്ക്കൊക്കെ ഭയങ്കര മോഹമായിരുന്നു ഞാനൊരു വലിയ ഡാൻസർ ആവണം എന്നുള്ളത്. അപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചാൽ, ഇപ്പൊ കുമാരി കമലായിരുന്നു അന്ന് തിളങ്ങി നിന്ന ഒരു ഡാൻസർ. അപ്പൊ അവര് ഇടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിക്കും. അപ്പൊ നിറച്ച് പ്രോഗ്രാംസ് അതിന്റെ പേര്. അപ്പൊ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് തോന്നി. അപ്പോൾ സ്കൂൾ മാസ്റ്ററിൽ ഡാൻസും പാട്ടും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് സിനിമയിൽ അഭിനയിക്കാൻ അച്ഛൻ സമ്മതിച്ചത്. പക്ഷേ ഞാൻ അന്ന് ഈറോഡിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ ചെന്നൈയിലേക്ക് എത്തിയ സമയത്ത്, അന്ന് മദ്രാസായിരുന്നു, മദ്രാസിലേക്ക് എത്തിയ സമയത്ത് ആ റോള് കുട്ടിപ്പദ്മിനി എന്ന് പറഞ്ഞ മറ്റേ നടിക്ക് പോലും. അപ്പോൾ ഇതിൽ വേറെ അംബികയുടെ ചെറിയ പ്രായം എന്നുള്ള ക്യാരക്ടറേ ഉള്ളൂ. അപ്പോൾ വന്നില്ലേ, ഇനിയിപ്പോൾ അത് നോന്ന് പറയണ്ട, അതൊരു മോശമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ ക്യാരക്ടർ അഭിനയിച്ചത്. രണ്ടാമത് അഭിനയിച്ച് ജീവിക്കുവാൻ അനുവദിക്കുക എന്നുള്ള ഒരു സ്ത്രീയാണ്, ഒരു പടമാണ്. അത് നസീർ ഖാന്റെ അനിയത്തിയായിട്ട്. അതിലും ബേറ്റ് ഇതായിരുന്നു, ഒരു ഡാൻസ് രംഗം ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യകാലത്ത് 2-3 പടങ്ങൾ കണ്ടുകൊണ്ടാണ് കയറിയത്. അതെ, അതുകൊണ്ട് മാത്രം അഭിനയിച്ചത്. പിന്നെ ഞാൻ ഒരു 15-16 വയസ്സായ സമയത്ത് മോഡലിംഗ്. അപ്പോൾ അമ്മയുടെ കൂടെ പഠിച്ചിരുന്ന ഒരാള്, ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം. അന്ന് ഇത്ര വലിയ ആഡ് കമ്പനീസുകളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചെറിയ ചെറിയ ആഡ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു ആഡിൻ്റെ ഇത് വന്ന സമയത്ത് വിധുവിന് ഇത്രയും സാരിയായിരുന്നു ആഡ്. അപ്പോൾ വിധു ഇത്രയും പൊക്കമൊക്കെ ഇല്ലേ, അപ്പോഴേക്കും ഹൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞു. ചെയ്യുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടുക്കുന്ന സാരി എനിക്ക് തരുമോ ചോദിച്ചു.
ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് എ ഫൺ. അത്രേ ഉള്ളൂ. ആ തരാം, ഇതിന് ഉടുക്കുന്ന എല്ലാ സാരിയും തരാറ്. അപ്പൊ സാരി പ്രാന്തുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ മോഡൽ ചെയ്തു. ഗതികേട് എന്താന്ന് പറയട്ടെ, പിന്നെ ഈ ഒരുപാട് മോഡലിംഗ് അസൈൻമെന്റ്സ് വന്നു. അതിനൊക്കെ സാരിയും കിട്ടി. സാരി എന്നല്ല, അന്ന് ഉണ്ടായിരുന്ന ഒരുമാതിരി എല്ലാ പ്രോഡക്ട്സും ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നത് ഞാൻ മോഡൽ ചെയ്തിട്ടുണ്ട്. പൊണ്ണുക്ക് തങ്കമനസ് എന്നൊരു പടം എടുക്കുന്നുണ്ട്. അതിലൊരു ചട്ടമ്പി ക്യാരക്ടറാണ്. ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു ഇത് എന്താന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ക്യാരക്ടറും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു രസം തോന്നി എനിക്ക്. അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ ഇത് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. കാരണം കുട്ടിക്കാലത്ത് ചെയ്തു, അത് വേറെ കാര്യം. പക്ഷെ ഒരു ഹീറോയിനായിട്ടോ ഇല്ലെങ്കിൽ ഒരു ഇതായിട്ട് കയറി കഴിഞ്ഞാൽ ഒരു പടത്തിലായാൽ പോലും നടി എന്നുള്ള പേര് മുദ്ര കുത്തപ്പെടും. അത് ഒരുപാട് കാര്യങ്ങൾക്ക് അത് പ്രശ്നങ്ങളാവും. മെയിനായിട്ട് എന്നൊക്കെ കല്യാണത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഫാമിലീൻ്റെ ഇടയിലും ആൾക്കാർ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യും, എന്തിനാ ഇതിൽ വിടുന്നേ അതെന്നൊക്കെ. പിന്നെ ഒരുപാട് നമ്മളുടെ പ്രിൻസിപ്പിൾസിനെതിരായിട്ടുള്ളതും എല്ലാം ചെയ്യാൻ പറ്റുക ഐ വോണ്ട് അലൗ എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാനും ചെയ്യാന്ന് വെച്ചാൽ റിവീലിംഗ് ഡ്രസ്സസ് വളരെ ഇതായിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല അതൊന്നുമില്ല. അപ്പം പി മാധവൻ അഷ്യൂർഡ് മീ ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞു. ഐ നോ. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഐ വാസ് ഡൂയിങ് മൈ സെക്കൻഡ് ഇയർ ഗ്രാജുവേഷൻ. എക്സാംസ് അത് ഇത് ഒക്കെ എല്ലാത്തിനും അവർ തയ്യാറായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും അഭിനയിച്ചാൽ മതി. സ്ക്രീൻ ടെസ്റ്റ് എടുത്തു. The whole unit said she is not fit for it. ഒരു തരത്തിലും ഫിറ്റ്. അത് കേട്ടപ്പോ എനിക്ക് സമാധാനമായോ? വാശിയായോ? അപ്പൊ വാശിയായി. അപ്പൊ ഞാൻ ഐ ഷുഡ് പ്രൂവ് മൈസെൽഫ് എന്നുള്ളായിരുന്നു. അപ്പൊ ശരി എന്ന് പറഞ്ഞു. പക്ഷെ പി മാധവൻ ഹാഡ് സം കോൺഫിഡൻസ് ഇൻ മീ. ബാക്കി എല്ലാവരും എതിർത്തിട്ടും ഹി കാസ്റ്റഡ് മീ ഇൻ ദാറ്റ് ഫിലിം ആൻഡ് ദാറ്റ് വാസ് എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അത് പിന്നീട് മലയാളത്തിൽ ഭൂമിദേവി പുഷ്പിണിയായി. ഈ രംഗത്ത് വന്നതിന് ശേഷം ഇത് ഗൗരവമായിട്ട് ഇതെന്റെ കരിയറാണ്, ഇതിൽ കൂടെ ഞാൻ ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായോ എന്നുള്ള കാര്യം സംശയം. 100ഓളം ചിത്രങ്ങൾ അഭിനയിച്ചൊരു അഭിനേത്രിയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നു. പക്ഷെ ഞാൻ ഏട്ടൻ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് 74-75 ഏട്ടൻ ഈ രംഗത്തേക്ക് വന്നു. ഏട്ടൻ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത ഉടനെ ആദ്യത്തെ ടേം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഏട്ടൻ സിനിമയെക്കുറിച്ച് ഏട്ടൻ പഠിച്ചത് മുഴുവനും എന്നെ വി വെർ വെരി ക്ലോസ്. വി ആർ സ്റ്റിൽ വെരി ക്ലോസ് ഞാനും ഏട്ടൻ. അപ്പൊ ഏട്ടൻ എന്ത് പഠിച്ചാലും എന്നോട് പറയും, ഞാൻ എന്ത് പഠിച്ചാലും ഏട്ടനോട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ കോഴ്സ് ഒന്നാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത പോലെയാണ്. അപ്പൊ ഏട്ടൻ സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ ഗൗരവമായിട്ടുള്ള അതിൻ്റെ സീരിയസ്, അതിൻ്റെ ബ്യൂട്ടി, ആ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ഭംഗി എന്നെ അതിൻ്റെ എന്നോട് അതിനെക്കുറിച്ചുള്ള ടെക്നിക്കലായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോൾ ഞാൻ സത്യത്തിൽ സിനിമയെ സ്നേഹിച്ചു തുടങ്ങി. മനസ്സിലായി. ഇത് ഈ സ്ക്രീനിൽ കാണുന്ന അഭിനയം മാത്രമല്ല സിനിമ എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. പിന്നെ ഏട്ടൻ സ്റ്റാർട്ടഡ് ഷോയിങ് മീ ഗ്രേറ്റ് സിനിമാസ് ലൈക്ക് ബൈസൈക്കിൾ തീവ്സ്, വേജസ് ഓഫ് ഫിയർ, അങ്ങനത്തെ ക്ലാസിക്കൽ ഫിലിംസും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ സൈഡും, വൈ ദിസ് വൈ ദാറ്റ് ഷോട്ട്. അപ്പം ആദ്യം ഏട്ടൻ എന്നെ പറഞ്ഞു തന്നത്, ഏട്ടൻ അവിടെ പഠിച്ചത് ആദ്യം എന്നിട്ട് പറഞ്ഞു മോളൊരു പടം കാണുമ്പോൾ ആദ്യം പഠിക്കുന്നത് കട്ട് എവിടെയാണെന്നുള്ളത് പഠിക്കണം, എഡിറ്റിങ്. അപ്പം ഞാൻ അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് ആണ്. ആദ്യം സിനിമ കാണുമ്പോൾ ഒരു കട്ട് വന്നാൽ കട്ട് എന്ന് പറയണം. അപ്പൊ എന്നെ കൊണ്ട് അതുപോലെ ചെയ്യിപ്പിച്ചു. കട്ട് കുറെ കഴിയുമ്പോൾ കട്ട് മാത്രമേ കാണുന്നുള്ളൂ, സിനിമ ഞാൻ കാണുന്നില്ല. ഞാൻ ഇൻവോൾവ്മെന്റ് കൂടിയിട്ടല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് കട്ട് മാത്രമേ കാണുന്നുള്ളൂ, അങ്ങനെ ആദ്യം കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹി ട്രെയിൻഡ് മീ ഇൻ ലവിങ് സിനിമ. അപ്പൊ അതിനോട് എനിക്ക് ഭയങ്കര കമ്പം തോന്നി. പിന്നെ ഞാൻ അപ്പൊ അഭിനയത്തിന് അപ്പൊ ഏട്ടൻ പറയുന്ന മോള് ആ പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചു. അപ്പൊ ബോഡി ലാംഗ്വേജ്, ഇന്ന് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട് പലരും. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് അറിയാത്ത, അന്ന് പലർക്കും നാച്ചുറലായി വന്നിരുന്ന ഒരു സാധനമാണ്, കോൺഷ്യസ് അല്ല. പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്, ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ ആദ്യം എനിക്ക് അന്ന് ആദ്യത്തെ 70കളിൽ എനിക്ക് പഠിപ്പിച്ചെന്ന് എൻ്റെ ഏട്ടനാണ്. ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്തു ഈ ഫീൽഡിൽ നിന്നപ്പോൾ അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ലെവല് കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ അഭിനയം മതിയും തോന്നാൻ കാരണം ഐ വാസ് നോട്ട് ഡൂയിങ് വാട്ട് ഷുഡ് ബി ഡൺ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. ഷീലാമ്മ, ശാരദാമ്മ, ശ്രീവിദ്യാമ്മ അല്ലെ, അവരെല്ലാവരും നിറഞ്ഞു നിന്നിരുന്നൊരു കാലമായിരുന്നു. ആ സമയത്ത് ഇപ്പം പറയുന്നുണ്ട് ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരിൽ നിന്നെല്ലാം പേരിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. വിധുബാല ഇങ്ങനൊരു പേര് ഇപ്പോൾ പോലും അത്രയും കൂടുതലായിട്ട് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വിധുബാല എന്നുള്ള അഭിനേത്രി
വ്യത്യാസമായിട്ട് നിന്നിരുന്നു. ഇത് സിനിമ കണ്ടാലും വിധുബാലയുടെ സിനിമ, ഞാൻ ഇന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിലുള്ള രണ്ടുപേര് പറഞ്ഞാണ്, വിധുബാലയുടെ സിനിമയാണ്, ഡയറക്ടറെ നോക്കാറില്ല, അതിനകത്തുള്ള ബാക്കി ആർട്ടിസ്റ്റിനെ നോക്കാറില്ല, വിധുബാലയുടെ സിനിമ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ കണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം മലയാളികൾക്ക് തോന്നിയിരുന്നു. എന്തുകൊണ്ടായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അത് ശരി. അതുവരെ എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു നടിയാന്ന് പോലും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, സ്വയം അറിഞ്ഞിരുന്നില്ല. കാരണം ഞാനത് ചെയ്തിരുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്തിരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, അങ്ങനെ പലതും ആലോചിച്ചിരുന്നു എന്നല്ലാതെ ഞാൻ താമസിച്ചിരുന്നത് ചെന്നൈയിലാണ്. വളരെ റെയറായിട്ടാണ് കേരളത്തിൽ വരിക, ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് വരും, പോവും, ഇടപഴകലില്ലായിരുന്നു ആരുമായിട്ട്. കല്യാണം കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ താമസം തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിയപ്പോഴും എന്നോട് എന്നെ കാണുന്നവർ വന്ന് സംസാരിക്കുമ്പോഴും ഒക്കെയാണ്, ഓ ഞാൻ വാസ് ഫേമസ് ആക്ട്രസ്, വലിയൊരു ആക്ട്രസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ കാലിക്കറ്റിൽ താമസം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ ഒരു 10-11 മണിയായപ്പോൾ ഒന്ന്, ചേച്ചി എനിക്ക് ഒന്ന് കാണണം ചേച്ചീനെ, വന്നോളൂ അകത്തേക്ക് വന്നോളൂ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചിയെ കാണണം എന്നുള്ള ഒറ്റ കാരണം, എൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഒറ്റ മാസം എടുത്തു ഞങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാൻ, വീട് മുഴുവനും ചേച്ചിയുടെ ഫോട്ടോ ആയിരുന്നു, ഹസ്ബൻഡ് എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചിരുന്നു. അപ്പൊ ഞാൻ സത്യത്തെ ചമ്മി. അപ്പൊ ചേച്ചി ചമ്മൊന്നും വേണ്ട, എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓ ഞാൻ വാസ് സ്വന്തമായിട്ട് പറ്റുമെന്ന ആത്മവിശ്വാസമുള്ള ചില മേഖലകളിൽ ഇപ്പോഴും വളരെ സജീവമാണ് സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ, അല്ലേ? ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സഹായിച്ചില്ലേ, ശൃംഗാരം എന്നുള്ള തമിഴ് സിനിമയുടെ. ഇതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞിട്ടായിരുന്നു, വിവാഹത്തിന് ശേഷം കുറച്ചു കാലം. അതായത് എൻ്റെ മോൻ പഠിക്കുന്ന കാലത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഹൗസ് വൈഫായിരുന്നു. അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ 2 വർഷം ഈ എന്താ പറയാ പിച്ച വെച്ച് നടക്കുന്ന പ്രായം എൻ്റെ മകൻ്റേത് പറയാം. കോളേജിൽ ചേർന്നാലും 2 കൊല്ലം വിട്ട് ചില ഇൻഡിപെൻഡന്റ് ആവണം. അവരപ്പോഴും ഒന്ന് പനി വന്നാൽ അമ്മയെന്ന് വിളിക്കുന്ന ആ പ്രായം മാറി അവൻ തന്നെത്താനെ അവന്റെ കാര്യങ്ങൾ നോക്കുന്നു. അവൻ എൻ്റെ ആവശ്യം കുറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ രംഗത്ത്, അതുവരെ ഞാൻ ഒന്നിലും പങ്കെടുത്തിട്ടില്ല. 5 years back 6 years back ആണ്. കുറച്ച് സമയം എനിക്കുണ്ട്. ഹസ്ബൻഡ്, ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഓഫ് മൈ മാരേജ് വാസ് ഡൺ കംപ്ലീറ്റ്ലി. ഇനി പിന്നെ അതിലേക്ക് ഇങ്ങനെ കെട്ടിപ്പടുത്താണ്. അപ്പൊ ഒലച്ചിലുകളില്ല. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് വന്നു ഹസ്ബൻഡും ഞാനും ആയിട്ട്. ആ പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എത്തി. അപ്പൊ കുറച്ച് സമയം എനിക്ക് വേണ്ടി അനുവദിക്കാൻ എല്ലാവരും തയ്യാറുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നത്. കൂടെ അഭിനയിച്ചവരിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നസീർ സാറിന്റെ ആയിരുന്നു, അല്ലെ? ഒരുപാട് ഒരു മനുഷ്യൻ എന്നുള്ള മാനുഷിക മൂല്യങ്ങൾ, ഹ്യൂമൻ എന്നുള്ള ഒരു ലെവലില് അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സമയത്തുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള ഇടപഴകലുകൾ, പിന്നെ ദ വേ ഹി അപ്രോച്ച്ഡ് ലൈഫ്, അതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അന്തരിച്ച ജയന്റെ കൂടെ അഭിനയിച്ച സിനിമയായിരുന്നു അവസാനം അഭിനയം. അല്ലെ, ജയൻ ആദ്യം അഭിനയിച്ച അവിടെ എന്റെ കൂടെ ഈ ഫസ്റ്റ് ഫേസ്ഡ് ക്യാമറ വിത്ത് മീ. ഏതാ ആ പടം പുറത്തു വന്നിട്ടില്ല. ശരി. 2 ദിവസമേ ഷൂട്ടിംഗ് ഉണ്ടായുള്ളൂ അന്ന് കൃഷ്ണൻ നായരായിട്ട്. അതിൽ ജയൻ ഡ്രാക്കുലൈറ്റ് ആയിരുന്നു. അയ്യോ, ഭയങ്കര കോമഡിയാണത്. ഡ്രാക്കുലൈറ്റ് ആയിരുന്നു അതിൽ. അതിലാ എന്താ പറയാ, ഹീറോയിൻ ഹൂസ് ബീങ് കടിച്ച് ആ ഒരു അച്ഛന്റെ അമ്മയുടെ അച്ഛനായിരുന്നു പ്രശസ്ത കവിയായിരുന്ന കുണ്ടൂർ നാരായണ മേനോൻ. ആ ഒരു പാരമ്പര്യം ഉണ്ടോ? കവിത എഴുത്തോ? ഉണ്ട്. അതിന്റെ ഒരു ഇതായിരിക്കാം ഈ പുസ്തകങ്ങൾ എഴുതുന്നതും. ഇപ്പൊ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ, സ്ക്രിപ്റ്റ് എഴുതലും ഡയലോഗ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. കുട്ടിക്കാലത്ത് കുറെ കവിതകളൊക്കെ എഴുതിയിരുന്നു. ഞാൻ പഠിച്ചത് തമിഴാ. എൻ്റെ സോ ലിറ്റററി വൈസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും തമിഴുമാണ് എനിക്ക് വശം, മലയാളത്തിനേക്കാളും. ഇപ്പോഴാണ് സത്യത്തിൽ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. ഇപ്പം ഓണക്കാലമാണ്. പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്സാഹത്തിൻ്റെ ഒരു കാലമായിരുന്നു, ഒത്തുചേരലിൻ്റെ കാലമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, നമ്മുടെ കാലം മാറുന്നതിന്. എങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഓണക്കാലം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് വളരെ ദയനീയമാണ് എൻ്റെ കാര്യം. കാരണം ഞാൻ പഠിച്ചിരുന്നത് തമിഴ്നാട്ടിലാണ്. അവിടെ ഓണമില്ല, ലീവും ഇല്ല. ശരി. അപ്പൊ ഓണക്കാലത്ത് നാട്ടിൽ വരിക എന്നുള്ള അതൊരു ഉത്സവമായിരുന്നില്ലല്ലോ അവർക്ക്. അവിടെ തമിഴ്നാട്ടിൽ ആ ഈരോഡ് എന്ന് പറയുന്ന സ്ഥലത്തോ ഇല്ല മദ്രാസ് അന്ന് ഓണം മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത്ര ഒരു ഇല്ല. ഈരോഡിലാണെങ്കിൽ മലയാളീസ് ഒട്ടില്ല, വളരെ കുറവാണ്. പൊങ്കലായിരുന്നു അവിടുത്തെ. അവിടെ ദീപാവലിയും പൊങ്കലുമാണ്.
അപ്പോൾ ഈ ഓണം ഞങ്ങളുടെ വീട്ടിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് സ്കൂളുണ്ടാവും, അച്ഛന് കോളേജും ഉണ്ടാവും. അപ്പൊ എന്ത് എന്നുള്ളതാണ്. അപ്പൊ രാത്രിയാണ് ഞങ്ങളുടെ ഓണസദ്യ. അയ്യോ, ഉച്ചക്ക് ഞങ്ങൾ ആരും വീട്ടിലില്ല. അപ്പൊ രാത്രിയാണ് അമ്മ രാത്രി പായസം കൂടി ഒക്കെ സദ്യ ഒക്കെ രാത്രിയാണ്. ശരിക്കും ഓണം എൻജോയ് ചെയ്യാൻ തുടങ്ങി ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോ, കേരളത്തിലാണല്ലോ, അപ്പൊ ആദ്യത്തെ ഓണം വന്ന സമയത്ത് എന്റെ സിസ്റ്ററിലോ പറഞ്ഞു, സിസ്റ്ററിലോ ഭയങ്കര ഉത്സാഹിയ, നല്ലൊരു കലാകാരിയാണ്, പാടും, വീണ വായിക്കും, അസാധ്യമായിട്ട് വരയ്ക്കും, അതിസുന്ദരിയുമാണ്. പൂക്കളം ഒരു വളരെ വലിയ പൂക്കളാണ് ഞങ്ങൾ ഇടുക. അപ്പൊ ഞാൻ കല്യാണത്തിന് മുമ്പ് അവർ ഇട്ടിട്ടുള്ള പൂക്കളൊക്കെ ഫോട്ടോസും എല്ലാം കണ്ടിട്ടുണ്ട്. അവര് ഓണായപ്പോ എനിക്ക് ത്രില്ലായി പൂക്കളിടുന്നത്. എന്നിട്ട് അങ്ങനെയാണ് ഞാനും എന്റെ സിസ്റ്ററിലോവും കൂടിയാണ് മാക്സിമം പൂക്കളങ്ങൾ ഇട്ട് എൻജോയ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. അപ്പൊ ഒരു സൗഹൃദത്തോടു കൂടി ഞങ്ങൾ വളരെ അധികം എൻജോയ് ചെയ്തിട്ടുള്ള സത്യത്തിൽ ഞാൻ എന്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം. സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി ഒരു കുടുംബിനിയായി കഴിഞ്ഞപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വന്നില്ലേ? ഒരുപാട് വ്യത്യാസം എന്ന് പറയുന്നത് എന്റെ മനോഭാവമാണ് വ്യത്യാസത്തിൽ വന്നത്, അന്തരീക്ഷമല്ല. അതായത് സിനിമയല്ലാത്ത ഒരു ലോകം ഞാൻ കാണുന്നത് അപ്പോഴാണ്. ആ ലോകം സിനിമയായിട്ട് താരതമ്യേന ചെയ്യാൻ തുടങ്ങി ഞാൻ. അതില് രണ്ട് എക്സ്ട്രീം ഇതാണ്. അപ്പോഴാണ് മനുഷ്യരെ പഠിച്ചു തുടങ്ങിയത് ഞാൻ. അപ്പൊ എന്റെ മുൻചുണ്ടി കുറഞ്ഞതും അപ്പോഴാണ്. ഞാൻ എന്നിട്ട് ഇന്നാളും കൂടെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വലിയേട്ടാ ഞങ്ങൾ ഒരുപാട് ക്യാരക്ടർ വൈസ് വ്യത്യാസമുണ്ട്. ഈസ് എ പ്യുവർ ഇൻട്രോവേർട്ട്, ഐ എം എൻ എക്സ്ട്രോവേർട്ട്. ഞാനിങ്ങനെ ഒരുപാട് വർത്തമാനം മുല്ലേട്ടിനെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കാൻ വിഷമമാണ്. പിന്നെ എനിക്ക് പുറത്ത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പോകാൻ മുല്ലേട്ടൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അങ്ങനെ എല്ലാ എക്സ്ട്രീം ക്യാരക്ടേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. മുല്ലേട്ടന് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടാവില്ല. അങ്ങനെ എല്ലാ തരത്തിലും ജാതകം ചേരില്ല ഞങ്ങളുടെ, ചേർക്കാൻ പാടില്ലാത്ത ജാതക ഞങ്ങളുടെ, ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളാ ഞങ്ങളുടെ. അപ്പൊ ഒരു തരത്തിലും ചേരാത്ത ഒരു രണ്ടുപേരാണ് ഞങ്ങൾ. പക്ഷെ വളരെ സന്തുഷ്ടമായിട്ടുള്ള 28 കൊല്ലം സുഖമായിട്ട്. അപ്പൊ എന്നോട് കല്യാണം കഴിഞ്ഞുകൊണ്ട് ഒരു വലിയ ജോത്സ്യം പറഞ്ഞു, അയ്യോ തിരുവോണം തിരുവാതിരയും ചേർത്താനേ പാടില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഏതായാലും ചേർന്ന് പോയില്ലേ, ഇനിയിപ്പോ നോക്കാം എന്ന് പറഞ്ഞു. അതാ അച്ഛന്റെ മകൾ. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്കാണ് ഞാൻ വന്നത്. മാസത്തിൽ 15 ദിവസം ചെന്നൈയിലായിരിക്കും, പിന്നെ കുറെ ദിവസം ഇവിടെ ഷൂട്ടിങ്ങിനായിട്ട്, പ്രോഗ്രാമിന്റെ ഷൂട്ടിങ്ങിനായിട്ട് വരുന്നു. അത് ഇപ്പോഴല്ല, അതെ ഇപ്പോഴത്തെ കാര്യമാണ്. ഇതിനിടയിൽ ഹിമാലയത്തിൽ പോകുന്നു. അപ്പൊ വീട്ടില് വളരെ കുറച്ച് സമയം. നേരത്തെ ചോദിച്ചപ്പോൾ ആഭ്യന്തര കലഹമൊന്നും ഇല്ലേ? ഇടക്കിടക്ക് അതൊക്കെ ഉള്ളു, കുടുംബമല്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോ തിരിച്ചു പോകുമ്പോ ചോദിക്കും, അല്ല തിരിച്ചു വരണമെന്നുണ്ടായിരുന്നില്ല, സമയം കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈസ് എ വെരി അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുടുംബകലങ്ങളെ തട്ടിമുട്ടിയിരിക്കും. പക്ഷെ വി എൻജോയ്. ഞാൻ പറയും, ഓരോ തവണയും ഞങ്ങളുടെ അടി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹം കൂടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരുപാട് സ്നേഹം കൂടിയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിലെ സിനിമാ ജീവിതത്തോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിൽ മാറിയ കാഴ്ചപ്പാടുകൾ അതെങ്ങനെയായിരുന്നു, അതിനെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, ഇതെല്ലാം പറയുന്നത് ഒന്നുമില്ല കള്ളത്തരം മനസ്സിൽ. എല്ലാം അല്ല, അങ്ങനെ പറയുകയല്ല, എല്ലാം തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ പലരും ഇച്ചിരി ഉണ്ടെങ്കിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ഇതാണ്, എന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല, ഇതിനൊക്കെ കൊള്ളാവുള്ളൂ എന്ന് തുറന്ന് സമ്മതിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം.